വൃത്തികെട്ട കേട്ടാൽ അറയ്ക്കുന്ന കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കമൻ്റ് ഇടുന്നവരും വീഡിയോ ഇടുന്നവരും നമുക്ക് ആ കുട്ടിയുടെ ഫാമിലി അത് കാണുന്നതാണ്. ഈ കമൻ്റ് ഇടാനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തേരാ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളിപ്പം ഈ പറയുന്ന ഓരോ പ്ലാറ്റ്ഫോം എടുക്കാം. ഫേസ്ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ഏതൊരു നല്ലൊരു സാധനം കണ്ടാലും അതിൽ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറേ വിവരം കെട്ടവന്മാരുണ്ട്. അതിപ്പം നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും അവർ വിളിക്കും. ഇതിപ്പം ജാസ്മിൻ്റെ കേസിൽ കാണിച്ചിട്ടുള്ളത് ഫുള്ള് നെഗറ്റീവാണ്. അതിൽ ചീത്ത മാത്രമേ പ്രതീക്ഷിക്കാവൂ. അതിനകത്ത് ഒരിക്കലും നല്ലത് ആരും പറയില്ല. ഇപ്പം എക്സാമ്പിൾ സായിയുടെ കേസ്, സായിയുടെ കമൻറ്റ് ബോക്സ് ഒന്ന് പോയി നോക്ക്. അതിനകത്ത് തെറിവിളി മാത്രമേ ഉള്ളൂ. ഒരാളൊന്നും നല്ലത് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. സായി ഇത്രയും ദിവസം വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട്. അതുപോലെ തന്നെ ജാസ്മിൻ അതിനകത്ത് ചെയ്ത പ്രവർത്തികൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഞാൻ പറഞ്ഞല്ലേ, എന്ത് കണ്ടിട്ടും ചീത്ത വിളിക്കുന്ന ഒരാൾക്ക് ഒരു കാറ്റഗറി ഉണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ അല്ലാതെ നോക്ക്. മെജോറിറ്റി ഓഡിയൻസ്, അതായത് ഇതുവരെയും പോയി എവിടെയും മോശമായിട്ട് കമൻ്റ് ഇടാത്ത ആൾക്കാർ പോലും ഈ ഒരു വിഷയത്തിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, പല ആൾക്കാരും വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടിരുന്ന് ഈ പറയുന്ന ഷോ കാണാൻ പറ്റുന്നില്ല, മക്കളുമായിട്ടിരുന്ന് കാണുമ്പോഴത്തേക്ക് ഞങ്ങളത് ഓഫാക്കിയിട്ട് പോയിട്ടുണ്ട്. അതിനൊക്കെ എന്താണ് നിങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ളത്? നിങ്ങൾക്ക് ശരിക്കും അതിനൊക്കെ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാനുണ്ടോ? ഒന്നും കാണത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്ലനേഷനെ പറ്റൂ. 23 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ് നമ്മളെല്ലാവരും കൂടെ അതിനെ ഇട്ട് ആക്രമിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാനേ നിങ്ങളെ കൊണ്ട് പറ്റൂ. എന്തൊക്കെ നിങ്ങൾക്കായിരിക്കും വെറുപ്പുണ്ടാവും. ആ കുട്ടിയെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളില്ലേ. ഇനി ബാക്കി പ്രേക്ഷകരൊക്കെ പോട്ടെ, ആ കുട്ടിയുടെ ഫാമിലി ഉണ്ട്, അതിൻ്റെ അച്ഛനൊന്നും ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില തംബ്നെയിൽസ് ഒക്കെ ഇട്ടിട്ട് ചിലരിടുന്ന വീഡിയോ, അവരൊക്കെ പെർഫെക്റ്റാണ്. ആകെ ഈ നാട്ടിൽ കേരളത്തിൽ പെർഫെക്റ്റ് അല്ലാത്തതെന്ന് പറയാൻ ജാസ്മിൻ ജാഫറാണ് ഉള്ളത്. ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ വളരെ നല്ല പ്രവൃത്തിയാണ്. എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള തംബ്നെയിൽസ് യൂസ് ചെയ്യുകയോ മോശമായിട്ടുള്ള ടൈറ്റിൽ യൂസ് ചെയ്യുകയോ വളരെ മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ആ ഒരു മാന്യത കീപ്പ് ചെയ്തിട്ട് ഞാൻ പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. കാര്യം അവൾ ചെയ്ത തെറ്റാണെന്ന് ഏത് പൊട്ടന്മാർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നിനക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ. കാര്യം അല്ലെങ്കിൽ നീയൊക്കെ ഇങ്ങനെ വന്നിരുന്ന് മെഴുകുമോ? ഈ ഒരു ആൾക്കാരുണ്ടല്ലോ, ഈ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല. കാര്യം ഇവരുടെ കണ്ണിൽ ഈ പറയുന്ന കൊച്ചുകുട്ടി, എന്താ പറയണ്ട, അവൾക്ക് ഒന്നും അറിയാത്തൊരു പൊട്ടിപ്പെണ്ണ്, ഒന്നും അറിയത്തില്ല, കൊച്ചുകുട്ടിയാണ്. അവൾ ചെയ്തതൊക്കെ ഒരു എന്താ പറയുക നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ലേ. അതിന് നിങ്ങൾക്കൊക്കെ എന്ത് യോഗ്യതയുണ്ടോ വന്നിരുന്നു ഇങ്ങനെ പറയാനെന്നാണ് ചേച്ചി പറയുന്നത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.